ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് പെർഫ്യൂമാണ് കേട്ടോ. ഇപ്പോൾ അടിച്ചപ്പം അടിച്ചപ്പം അവിടെ ആയിപ്പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് വിചാരിക്കുക ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. പക്ഷേ ഞാൻ എടുത്താലും കാര്യമായിട്ടൊന്നും ഇല്ല കാണിക്കും. ഞാൻ വെറുതെ ഇരിപ്പും തീറ്റയും മാത്രമാണല്ലോ ഇവിടെ. പിന്നെ ഫുൾ ടൈം ഫോണിൽ കളി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്, ആലപ്പുഴ വരെ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. എനിക്കൊരു ഡ്രസ്സ് എടുക്കണം, ഉമ്മാക്കൊരു ഡ്രസ്സ് എടുക്കണം. അപ്പം റെഡിയായി. നമ്മുടെ വീടിൻ്റെ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ അതിന് ഡയറക്റ്റ് കയറി നമുക്ക് ആലപ്പുഴ പോയി ഇറങ്ങാം. അപ്പം അങ്ങനെ പോകാമെന്ന് ഓർത്തിട്ടാണ്. ഞാൻ ബസ്സിലൊന്നും വല്ലാണ്ട് യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. വല്ലാണ്ടല്ല, അങ്ങനെ 1-2 വട്ടോ. അയ്യോ, ഇപ്പോൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടും കേട്ടോ. 1-2 വട്ടം ഞാൻ അവിടുന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ മണ്ണാർക്കാട് ആ റൂട്ടല്ല. അവിടെ എൻ്റെ പോലെ ഒരിക്കലും ഒരു ഗർഭിണികൾക്ക് ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ നല്ലപോലെ കറങ്ങി തിരിഞ്ഞ് സേഫ് ആയിട്ടുള്ള റോഡിൽ കൂടെ പോകണം. ഇത് കാഞ്ഞിരപ്പുഴ പോയപ്പം അങ്ങനെ മണ്ണാർക്കാട് വരെ ബസ്സിൽ വന്നായിരുന്നു. ഇപ്പം ഇവിടെ നിന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടുത്തെ റോഡൊക്കെ പക്കായാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്നുള്ള ബസ് ആയതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും ഉണ്ടാകത്തില്ല. ഒരുപാട് സീറ്റുകൾ, നമുക്ക് സുഖത്തിലിരുന്ന് പോകാം. അപ്പം ഞാൻ ഓർത്ത് ബസ്സിന് പോവാമെന്ന്. അപ്പം ഇനി എന്തായാലും വഴിയെ ഓരോന്ന് കാണിക്കാം. ഞങ്ങൾ ചിലപ്പോൾ വൈകുന്നേരം ആവും തിരിച്ചെത്തുമ്പോൾ. രാവിലെ തന്നെ പോകണത്, വെയിലിന് മുമ്പ് പോയിട്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇപ്പോൾ സമയം ഒരു 9:45. 10:15 ബസ്. ഞാൻ റെഡിയായി, എൻ്റെ മമ്മി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും നേരത്തെ ആദ്യമായിട്ട് എണീക്കുന്നത്. കാരണം രാത്രി ഉറക്കമില്ല മക്കളെ. എനിക്ക് തോന്നുന്നൊരു 3 മണി 2:30 ആവും ഞാനൊന്ന് ഉറങ്ങി വരാൻ. ഏകദേശം ഒരു വെളുപ്പാങ്കാലവും നല്ലൊരു ഉറക്കം പിടിച്ച് വരാൻ. അപ്പോൾ രാവിലെ എണീക്കാൻ ലേറ്റ് ആവും. എനിക്കിപ്പോൾ രാത്രി ഉറക്കമേ ഇല്ല. ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കയറി പിന്നെ ഉറക്കം ഒട്ടും ഇല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇടക്ക് രാത്രിയൊക്കെ ഭയങ്കര കാലുവേദന, ഗ്യാസിൻ്റെ പ്രശ്നം, ഇടക്ക് മാത്രം കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഉറക്കമില്ല. അപ്പോൾ ഒരുപാട് ഞാൻ സംസാരിച്ച് വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ. ഈ ഒരു ഡ്രസ്സായിരിക്കും ഞാൻ ഇവിടെ വന്നിട്ടുള്ള മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടത്. എനിക്കിപ്പം ഇതാണ് കുറച്ച് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നത്. ഇത് നമ്മുടെ പേജിൽ തന്നെ സെയിൽ ചെയ്യുന്നതായിരുന്നു. പക്ഷേ സാധനം ഫുള്ള് തീർന്നതിന് ഇതിൻ്റെ ഒരു പീസ് പോലും ഇരിപ്പില്ല. ഇതാകുമ്പോൾ എനിക്ക് വയറിൻ്റെ അവിടെ അത്ര ടൈറ്റ് ഇല്ല. ബാക്കിയൊക്കെ വയറിൻ്റെ അവിടെ കുറച്ച് ടൈറ്റ്. എനിക്ക് ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടത്. ഇനിയിപ്പം പോകുമ്പം സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ നല്ല ഡ്രസ്സ് നോക്കണമെന്നുണ്ട്. കിട്ടുവാന്നറിയത്തില്ല. ഞാൻ എപ്പോൾ എനിക്ക് ഡ്രസ്സ് നോക്കാൻ പോയാലും കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുമ്പം ഇനി വഴി ഓരോന്ന് കാണാം. അപ്പോൾ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് റെഡി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുത്തത്. അപ്പോൾ രാവിലെ ഞാൻ കഴിച്ചത് ചപ്പാത്തിയും നല്ല കടലക്കറിയും ഉണ്ടായിരുന്നു. ഈ കടലക്കറിയുടെ റെസിപ്പി വെച്ച് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ പലഹാരവും കറിയൊക്കെ ഇവിടെ ഓൾറെഡി റെഡിയാകും കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നേരത്തെ എണീറ്റ് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സമ്മതിക്കത്തില്ല, കണ്ണ് തുറയത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഉറങ്ങുമ്പോൾ ഒരു സമയമാവും. എനിക്കറിയത്തില്ല എന്താണിപ്പോൾ ഇങ്ങനെ. ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉറക്കമേ പോയി. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്കങ്ങനെ ഉറക്കത്തിൻ്റെ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പോയാലും പിന്നെ എൻ്റെ ഉമ്മാക്ക് കുട മസ്റ്റാണ്. അതിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും. ഇനിയിപ്പം മഴയും വെയിലും ഇല്ലെങ്കിലും കുട കൈ വേണം. ഇന്ന് കുടയൊക്കെ എടുക്കാൻ നമ്മൾ പോയാൽ കരിഞ്ഞു പോകും ഗൈസ്. വെയിലിന് മുമ്പ് പോയി വരണമെന്നുണ്ട്. അതെന്തായാലും നടക്കത്തില്ല. പോട്ടെ. ഞങ്ങൾ ഈ ചെരുപ്പ് മാറ്റാനായില്ലേ എന്ന് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസിൽ. ഇതിടുന്ന അത്രയും കംഫോർട്ടബിൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ചെരുപ്പിട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് സുഖം ഇതിട്ട് നടക്കാൻ. അതുകൊണ്ടാണ് ഗൈസ് ഞാനിത് ഒഴിവാക്കാത്തത്. മിഠായി തെരുവിൽ നിന്ന് വാങ്ങിച്ചേ, കുറേ യൂസ് ചെയ്ത് കേട്ടോ. നല്ല സാധനമാണ്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സീറ്റ് ഉണ്ടാവും, കാരണം വലിയ തിരക്കുണ്ടാകത്തില്ല ഇവിടെ നിന്ന് എടുക്കുന്ന ബസ്സായതുകൊണ്ട്. അങ്ങനെ ബസ് കയറി നമ്മൾ ആലപ്പുഴ എത്തി. ഫസ്റ്റ് എൻ്റെ ഉമ്മാക്ക് ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. നമ്മൾ ബസ് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെയായിരുന്നു കട. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. ഞാൻ കടയിലോട്ട് കയറുമ്പോൾ തന്നെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് നോക്കണ്ട, ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എടുത്തോന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്കാരി അത് കേൾക്കത്തേ ഇല്ല. ഏത് ചുരിദാർ എടുത്താലും റേറ്റ് ആദ്യം നോക്കിയിട്ടാണ് ഇഷ്ടപ്പെട്ടാ ഇല്ലേന്ന് ഉറപ്പിക്കുന്നത്. ഈ നിറച്ച് വർക്കുള്ള പാർട്ടി വെയർ മോഡൽ നോക്കിയാലും വലിയ കളക്ഷൻ കാണാഞ്ഞപ്പോൾ പിന്നെ കോട്ടൻ്റെ നോക്കിയാട്ടെ. ഈ ബ്ലാക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഈ ബ്ലാക്കും യെല്ലോ ഒക്കെ ഉമ്മാക്ക് ഉണ്ടെന്നും പറഞ്ഞ് ആ കളറൊന്നും എടുത്തില്ല. ഇപ്പോൾ ഉമ്മാൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരുന്നു കേട്ടോ അത് ഉമ്മ ഇട്ടപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പാൻറ്റിന് ലെങ്ത് ഇല്ലെന്നും പറഞ്ഞിട്ട് ഉമ്മ അതവിടെ ഇട്ടിട്ട് വേറെയാണ് എടുത്തത്. ഞാനും ഉമ്മയും കൂടെ എപ്പോൾ പുറത്തു പോയാലും ഞങ്ങൾക്ക് ആ പഴയ നൊസ്റ്റുമാണ് കേട്ടോ ഓർമ്മ വരുന്നത്.
എന്താവശ്യത്തിനും ഞാനും ഉമ്മയും കൂടെ ആയിരുന്നു പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്തൊരാവശ്യത്തിനും ഞങ്ങൾ ഉമ്മാക്ക് കൂട്ട് ഞാനും എനിക്ക് കൂട്ട് ഉമ്മയും അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതോടെയാണ് ഉമ്മ ഒറ്റക്കായി പോയത്. ആ ഒരു സങ്കടം എൻ്റെ ഉമ്മാക്ക് കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും. പിന്നെ എൻ്റെ ഉമ്മാടെയും ഉമ്മാനെയും കൊണ്ടാണ് പോക്ക് കൂടുതലും. അങ്ങനെയായി പുള്ളിക്കാരി ഒറ്റയ്ക്ക് പോകാൻ മടിച്ചിട്ട് ഗ്രാൻഡ് മദറിനെയും കൊണ്ടായിരുന്നു പിന്നെ കറക്കമൊക്കെ. അപ്പോൾ ഞങ്ങളെപ്പോൾ പുറത്തു പോയാലും എനിക്ക് ആ ഒരു കാര്യം കേട്ടോ ഓർമ്മ വരുന്നത്. എനിക്കും പെട്ടെന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും. കാരണം ആ സമയത്തൊക്കെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഉമ്മ വാങ്ങിച്ചു തരുമായിരുന്നു. അന്നൊക്കെ വാപ്പി ഗൾഫിലായിരുന്നു. അപ്പം അയക്കുന്ന പൈസയിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ട് മിച്ചമില്ലെങ്കിലും ഞാൻ പറയുന്നതൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഇപ്പം എന്തായാലും ഉമ്മാക്കാണെങ്കിലും വാപ്പാക്കാണെങ്കിലും അനിയനാണെങ്കിലും എന്തൊരു ചെറിയ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടാണല്ലോ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ആലോചിക്കുമ്പം ഒരു സന്തോഷമാണ്. കുറേ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കോട്ടണിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, ഓവർ റേറ്റും ഇല്ലായിരുന്നു. ഇതാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കില്ലേ കാണാം. പക്ഷെ ഉമ്മാക്ക് അത് വേണ്ടെന്നും പറഞ്ഞതേ ഈ ഒരു ചുരിദാറാണ് എടുത്തത്. ഇതാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഒരു പഴയ മോഡലൊക്കെ പോലെ തോന്നി. പിന്നെ ഞാൻ ഉമ്മാനെ നിർബന്ധിക്കാനും പോലും ഉമ്മാൻ്റെ ഇഷ്ടത്തിന് എടുത്തോട്ടെ എന്ന് ഓർത്ത് പിന്നെ എനിക്ക് ഡ്രസ്സും അവിടെ തന്നെ കേട്ടോ നോക്കിയത്. ഈ ഒരു ഡ്രസ്സാണ് ആ ഇട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത്. അതിനാണെങ്കിൽ ഒടുക്കത്തെ റേറ്റും 2000 വരുന്നത് ഇനി റേറ്റ്. അത്രയും ആ പൈസക്ക് ഉള്ളതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനതവിടെ ഇട്ട് അടുത്ത സ്ഥലത്തേക്ക് വന്ന് സ്റ്റുഡിയോ. ഇവിടെ നിന്ന് എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആകെ 2 ഡ്രസ്സാണ് കേട്ടോ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പാർട്ടി വെയർ ചുരിദാറും എടുത്തായിരുന്നു. ആ ചുരിദാറാണെങ്കിൽ എനിക്ക് വയറിൻ്റെ അവിടെ ഭയങ്കര ടൈറ്റ് ആട്ടോ, അതിനെ അഴിച്ച് വിട്ടാലേ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു സാധനം കണ്ടില്ലേ, ഈ ഒരു കോഡ് സെറ്റാണ് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും ഇടുന്നതും. പിന്നെ മറ്റേത് നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പോൾ ഞാനിട്ട ഡ്രസ്സില്ല, അതാണെങ്കിൽ എനിക്കിട്ടാൽ ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഇന്നർ വരുന്നതുകൊണ്ടേ എൻ്റെ പൊന്നോ അൺസഹിക്കബിളാണ്. ആ ഇന്നറാണെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇടാൻ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ ഓർത്തിന് തിരിച്ച് പോകുമ്പോൾ ഇടാൻ ഡ്രസ്സ് വേണ്ട, അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകേണ്ടതല്ലേ, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് നോക്കാമെന്നും പറഞ്ഞാണ് എനിക്കെടുക്കാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുക്കത്തില്ലായിരുന്നു. സ്റ്റുഡിയോന്നൊരു 3-4 ഞാൻ ട്രയൽ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ സൈസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റുഡിയോൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്റ്റൈൽ യൂണിയൻ, അവിടെയും കൂടെ വെറുതെ കയറി നോക്കാമെന്ന് ഓർത്ത് അവിടെയും കയറി 1-2 ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. എല്ലാം നോർമൽ പോലത്തെ ഡ്രസ്സായിരുന്നു. ഓവർ റേറ്റും തോന്നിയപ്പോൾ അതും എടുത്തില്ല. കാണുന്നുണ്ടോ ഗൈസ് എന്നെ? 2 കടയിലും കയറി കിട്ടിയില്ല. സ്റ്റുഡിയോയിലും സ്റ്റൈൽ യൂണിയനിലും കയറി കിട്ടിയില്ല. നല്ല വെയിൽ, ഒരാൾ കുട ഇവിടെ നിവർത്തുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് എടുക്കാനുള്ള പ്ലാൻ ഞാൻ അവിടെ ഉപേക്ഷിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ മീഷോയിൽ 1-2 ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുമ്പം ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാനെന്നാൽ ഷോപ്പിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഓരോ സോഡാ സർബത്തും കുടിച്ചപ്പോൾ എൻ്റെ പൊന്നോ എന്തൊരു സുഖമായിരുന്നെന്ന് അറിയാം. കാരണം ആ ചൂടത്ത് നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഓട്ടോ കയറിയിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. ഉച്ചയായി ടൈം, ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ആ ചൂടത്ത് വെയിലത്ത് എനിക്ക് കിടന്ന് അലയാൻ മേലെ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് ഞാനും ഷിനാജും മിക്കവാറും വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇതെൻ്റെ മിക്ക ഷോർട്സിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെത്തിയാലും ഞാൻ ഷിനാജും ഒരു ദിവസം ഇവിടുത്തെ ഫുഡ് വന്ന് ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഉമ്മാനെയും കൊണ്ട് പോയതാണ്. ഇവിടുത്തെ ഫിഷ് ബിരിയാണി ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഞാൻ കുറേ വട്ടം പറഞ്ഞു ബിരിയാണി കഴിച്ചു, അപ്പോൾ ഉമ്മാക്ക് വേണ്ട, മീൽസ് തന്നെ മതിയെന്നും പറഞ്ഞ് എന്നെപ്പോലെ ഒരു വെറുംചോറ് അഡിക്റ്റാണ് എൻ്റെ ഉമ്മായും. അങ്ങനെ 2 ചോറും പറഞ്ഞ്, അതായത് 2 മീൽസും പറഞ്ഞ് കരിമീൻ പൊള്ളിച്ചതാണ് സൈഡായിട്ട് പറഞ്ഞത്. ഈ കരിമീനൊന്നും ഞാൻ കഴിക്കാത്ത മീനായിരുന്നു കേട്ടോ. എനിക്കതിൻ്റെ ഒരു ചൊവ ഉണ്ടാവും എന്നുള്ളൊരിതിൽ കായലിൽ നിന്ന് പിടിക്കുന്നതല്ലേ, എനിക്ക് ഒരു മടുപ്പായിരുന്നു അതിനോട്. പക്ഷേ പിന്നെ ഞാനത് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പൊള്ളിച്ച് വരുന്നതായതുകൊണ്ട് നമുക്ക് ആ ചൊവയൊന്നും തോന്നത്തില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കരിമീൻ. അതുകൊണ്ട് അതങ്ങനെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല ഇട്ടു, ഇതേ കറികൾ അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മീൽസിൻ്റെ സൈഡൊന്നും അത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചത്, കാളാഞ്ചി ഞാൻ കഴിച്ചിട്ടില്ല. അതായത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കക്കാർച്ചി, ചെമ്മീൻ, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഓവർ റേറ്റുമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചെമ്മീൻ റോസ്റ്റും പിന്നെ ഞണ്ടിൻ്റെ മീറ്റ് മാത്രം ഇവരിങ്ങനെ കുത്തി ചതച്ച് പൊടിച്ച് മസാലയൊക്കെ ഇട്ട ഒരു ഐറ്റം ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ്. അതിനൊക്കെ 130, 140 ആ ഒരു റേറ്റൊക്കെ തന്നെ ഉള്ളു കേട്ടോ. പിന്നെ റേറ്റ് കൂടിയ സാധനങ്ങളും ഉണ്ട്. അത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. അഥവാ ഇവിടെ പോയി കഴിക്കുവാണെങ്കിൽ അവരവിടെ സ്പെഷ്യൽസും കാര്യങ്ങളൊക്കെ ബോർഡിൽ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയേ. പിന്നെ ഇവിടുത്തെ പുളിശ്ശേരി എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. ഞാൻ അതായത് ചോറിനെക്കാട്ടി കൂടുതൽ പുളിശ്ശേരി ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ പുളിശ്ശേരി. അങ്ങനെ
ചോറ് വന്നു, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് വന്ന്. ഇത് പൊള്ളിച്ചത് ഏകദേശം സെറ്റായി കഴിയുമ്പോഴാണ് അവർ നമുക്ക് ചോറ് വിളമ്പുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ കൊടുത്തിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ചോറ് വന്നത്. നല്ല ചൂട് ചോറും സാമ്പാറും പുളിശ്ശേരിയും പിന്നെ സൈഡായിട്ട് പാവയ്ക്കാട പച്ചടിയാന്ന് തോന്നുന്നു കേട്ടോ. പാവയ്ക്ക പച്ചടിയാണ് ആ വെള്ള കളറിലെ കറി. പിന്നെ മാങ്ങാച്ചാർ, ബീട്രൂട്ട്, പിന്നെ പരിപ്പും കുമ്പളങ്ങ അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ട് ഒരു മിക്സ് പോലത്തെ ഒരു കൂട്ടുകറി. പിന്നെ സാമ്പാർ, മീൻകറി, പുളിശ്ശേരി അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ച കരിമീൻ പൊള്ളിച്ചതും. അങ്ങനെ നല്ലപോലെ വയറ് നിറച്ച് കഴിച്ച് അയ്യോ ശ്വാസം മുട്ടുമായിരുന്നു കേട്ടോ കഴിച്ച് കഴിഞ്ഞപ്പം. അങ്ങനെ ആ കടയുടെ വാതിൽക്കൽ തന്നെ ഇന്ന് നമുക്ക് ബസ് കയറാം. ബസ് കയറിയത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസിൻ്റെ പൊന്നോ, ഞാൻ കുഴഞ്ഞ് ടയേർഡായി. ഒന്നാമത് ഈ വെയിലിൻ്റെയും കൂടെ ഇട്ടെ ചോറ് വന്നിട്ടാണെങ്കിൽ വേറെ നിറഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നതായി. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടൊന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാ ഗൈസ്. നല്ല ടയർഡായിരുന്നു, പക്ഷേ ഉറങ്ങിയില്ല. ചൂടായിരുന്നു. അപ്പതേ മഴ പെയ്യുന്നുണ്ടേ. അയ്യോ എന്തൊരു നല്ല തണുത്ത കാറ്റാന്നറിയാവാ. നല്ല മഴ, നല്ലല്ല ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് നല്ലതായി, അതായത് കൂടി വരുന്നുണ്ട് മഴ. കണ്ട നല്ലൊരു കാലാവസ്ഥയാണ്. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു കേട്ടോ ഈ മഴ. നല്ല തണുത്ത കാറ്റ്, നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു എന്തായാലും വീടിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പാവം വാപ്പി നനഞ്ഞ് കുളിച്ച് ഈ മീനൊക്കെ ആയിട്ട് വന്നത്. കാരണം ഉച്ചക്ക് നമ്മൾ പുറത്തുനിന്നായിരുന്നല്ലോ ഫുഡ്, അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മത്തിയും ചെമ്മീനും പയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് സേവറാണ് കേട്ടോ. തൊണ്ടയടഞ്ഞ് ചെരുപ്പില്ലാതെ എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല. ഇത് ഫസ്റ്റത്തെ 3 മാസത്തിൽ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാലുവേദന വരുമായിരുന്നു. അപ്പം എൻ്റെ നാത്തൂൻ പറഞ്ഞ് ചെരുപ്പ് വാങ്ങിച്ച് നീ ഇട്ടാൽ മതി, അപ്പം നിനക്ക് കാലുവേദന കാണത്തില്ലെന്ന് പറഞ്ഞ് ചെറിയത്. അത് കേട്ട പാടെ പിറ്റേ ദിവസം ശനിയാഴ്ച വാങ്ങിച്ചിട്ട് വന്ന ചെരുപ്പാട്ടാ. പക്ഷേ ഭയങ്കര ഉപകാരമാണ് സംഭവം. ഇപ്പോഴാണ് ശരിക്കും യൂസ്ഫുള്ളായത് എനിക്ക്. കാരണം നടക്കുമ്പോൾ നല്ല വേദന. എനിക്ക് കാല് ഒട്ടും നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 2 മിനിറ്റ് ഞാൻ നടന്നാൽ അപ്പം എനിക്ക് കാലുവേദന. അതുകൊണ്ട് ഞാൻ ഇത് കാലേന്ന് ഊരാറില്ല. നമുക്ക് അടുക്കളയിലോട്ട് പോകും. ഉമ്മ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കും. മഴ ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു കസിൻ എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനം എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. എന്തോ ഫ്രൂട്ട്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉമ്മ മത്തിയും ചെമ്മീനൊക്കെ ആയിട്ട് പോയിരുന്നു കേട്ടോ, വെട്ടാനും പൊളിക്കാനും ഒക്കെ. അപ്പോഴത്തേക്കും ഞാൻ കറിക്ക് വേണ്ട ഉള്ളി സബോളയൊക്കെ അവിടെ അരിഞ്ഞു കൊടുത്തു. വാപ്പിയാണെങ്കിൽ ഇവിടെ ഫോണിൽ തോണ്ടി നല്ല കളിയാണ് കേട്ടോ. എന്നെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് കൈ നക്കി കൊടുക്കണം. വാപ്പിക്ക് ഇറച്ചിക്കടയിലാണല്ലോ പണി. അപ്പോൾ ഈ പിച്ചാത്തി പിടിച്ചിട്ട് കൈക്ക് നല്ല വേദനയായിരിക്കും ഡെയിലി വരുമ്പം. അപ്പോൾ ഉമ്മായി ഞാനും കൂടെ ഇങ്ങനെ മാറി മാറി കൈ നക്കി കൊടുക്കും പാവം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വാപ്പി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. കണ്ട എന്നെ നല്ല ചീത്ത പറയും. അതിന് ഞാനും വാപ്പിയും കൂടെ എപ്പോഴും ഇടി നടക്കാറുണ്ട്. കാണാതെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പുറത്തുനിന്നാണല്ലോ കഴിച്ചത്. അപ്പം വൈകുന്നേരത്തേക്കുള്ള കറി നല്ല അടിപൊളി മത്തി മുളകിട്ടതാടി. വാപ്പീനെ വിളിച്ച് പറഞ്ഞിരിക്കാം മത്തിക്കറി തിന്നാൻ കൊതിയാവുന്നു, മത്തി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ വാപ്പി പാവം മഴയത്ത് പോയി എവിടുന്നോ ഒപ്പിച്ചോണ്ട് വന്നത്. പിന്നെ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട്. ഇവിടെ ഗ്യാസിലാട്ട എല്ലാം അതായത് വെക്കുന്നത്. അടുപ്പ് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇവിടെ ഒരു റൈസ് കുക്കർ അത്യാവശ്യമാണ്. കാരണം ഈ അരി വേകുമ്പോൾ എന്തോരം ഗ്യാസാ പോകുന്നത്. പണ്ട് ഗ്യാസ് എങ്ങനെ ചിലവാക്കണമെന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു. ഇപ്പൊ എല്ലാത്തിനെ കുറിച്ചും ഒരു കുടുംബിനെ ആയപ്പോ ഓരോ ഐഡിയകൾ. ഇന്നലെ ഇത് ചെമ്മീൻ വാപ്പി ചെമ്മീൻ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. എനിക്ക് മത്തിക്കറി മാത്രം മതി കേട്ടോ ചോറ് തിന്നാൻ. ഇനി ഈ പാത്രം കണ്ടിട്ട് നിങ്ങൾ ഇതിൽ അഴുക്കാന്ന് പറയരുത്. പണ്ട് പുരാതന കാലത്തുള്ള പാത്രമാണ്. അപ്പം അതുകൊണ്ട് അതിലുള്ള പാടാണ്, അത് പോത്തില്ല. ഓക്കെ. എന്നാലും ചെയ്യുന്ന പോയപ്പോൾ വാങ്ങിച്ച പ്ലേറ്റ് മൊന്ത, ഈ മൊന്ത നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്. പിന്നെ അത് ഈ ഗ്ലാസ്, ഈ അരിപ്പ, പിന്നെ അത് ഇവിടെ ഇരിക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾ, ഈ ഒരു പാത്രം, ഇതൊക്കെ ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ മമ്മി കലിപ്പിലാണ്, ഞങ്ങൾ ചെറിയൊരു ഉടക്കിലായിരുന്നു കേട്ടോ. പക്ഷെ പാവമാണ് കേട്ടോ. മമ്മി എനിക്ക് വേണ്ടി മത്തിക്കറി ഉണ്ടാക്കുന്നു, ചെമ്മീൻ പൊരിക്കാൻ പോണു. എല്ലായിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇനിയിപ്പോൾ കഴിയാനായി ഗൈസ്. എൻ്റെ ഇവിടുത്തെ സുഖവാസം. ഞാൻ തിരിച്ചു പോകും. വെള്ളിയാഴ്ച ശനിയാഴ്ച വരും ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ പോസ്റ്റ് ആക്കുന്നത്, എനിക്കറിയില്ല. എൻ്റെ റേഞ്ച് അനുസരിച്ചിരിക്കും. എൻ്റെ വീട്ടിൽ എനിക്കൊരു ഒട്ടും റേഞ്ചില്ല, ഒരു തുള്ളി കയറി കണ്ടിട്ട് നോക്കാം. അപ്പം വെള്ളി വന്ന് ഞങ്ങൾ സൺഡേ തിരിച്ചു പോകും. പിന്നെ ഞാൻ 7-ാം മാസത്തിലായിരിക്കും വരുന്നത് ഇൻഷാ അല്ലാഹ്. കലിപ്പ് മൂട്.
ചെമ്മീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ചട്ടി കാണുമ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി ചട്ടി ഒന്നും ഒഴിവാക്കിക്കൂടെയെന്ന്. ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുതിയ പുതിയ ചട്ടികളാണോ ഓരോ ഐറ്റം ഉണ്ടാക്കുമ്പോൾ എടുക്കാറ്? എല്ലാ വീട്ടിലും കാണും ഇതേപോലെ പഴയ ചട്ടി ചെയ്ത് വെക്കുന്ന പോലെ ടേസ്റ്റ് പുതിയ ചട്ടി ചെയ്താൽ കിട്ടത്തില്ല. പറഞ്ഞേക്കോട്ടെ അങ്ങോട്ട്. എല്ലായിടത്തും കാണും ഇതേപോലെ വയസ്സായ ചട്ടി. അതിലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തോട്ടെ. ചോറും മത്തി മുളകിട്ടതിൻ്റെ ചാറ ഫുള്ള് ഒഴിച്ചിരിക്കുന്നത്. മത്തി ഞാൻ കഴിക്കാത്തതുകൊണ്ട് മീൻ എടുത്തിട്ടില്ല. പിന്നെ ചെമ്മീൻ പൊരിച്ചതും ഉണ്ടാക്കിയ പാവക്കച്ചാറും. ഈ അച്ചാർ അടിപൊളിയാട്ടോ, പക്ഷെ തീർന്നു. ഇതും കൂടെ ഉള്ളൂ, ഇന്നലെ ഇട്ടതായിരുന്നു. അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് ഫുഡ് കഴിച്ച ഒരു 5-10 മിനിറ്റ് ഞാനിങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. അല്ലാണ്ട് എനിക്ക് പോയി ഇരുന്നാലോ കിടന്നാലോ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം നടന്നിട്ടായിരിക്കും ഞാൻ പോയിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഈ വയറ് ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു അനക്കം ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് 2-3 ദിവസമായിട്ട്. അനക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര കാര്യമായിട്ടുള്ള കിക്കിങ് ഒന്നും അല്ല കേട്ടോ. ചെറിയൊരു അനക്കം ഒരു 2 മിനിറ്റിൽ വരും, പോകും, പിന്നെ വരത്തില്ല. അതെപ്പോഴും ഞാൻ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോഴായിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നത്. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ഗ്യാസ് ആയിരുന്നെന്നാണ് കേട്ടോ. എനിക്ക് 3 മാസം വരെ ഗ്യാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്യാസ് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പോയ ഗ്യാസ് എന്താ തിരിച്ച് വന്നേന്ന്. പിന്നെ 2-3 പേരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചെറിയ ചെറിയ അനക്കം തോന്നി തുടങ്ങിയതാണെന്നുള്ളത്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അത്ര വലിയ വയറൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 മാസത്തിൻ്റെ വയറ് എനിക്കില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നാറ്. പിന്നെ എന്നെ കാണുന്ന 1-2 പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറും, അയ്യോ വളർച്ചയൊന്നും ഇല്ലേ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ് വയറ് വരാത്തതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ തല പുകയ്ക്കും കേട്ടോ ഞാൻ. പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയും ഫസ്റ്റ് പ്രഗ്നൻസി അങ്ങനെ തന്നെയാണ്, വയറ് ഒരു 5-ാം മാസം കഴിയുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ വരുന്നതെന്ന്. പക്ഷേ ഞാൻ കൂടുതലും ലൂസ് ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ് വല്ലാതെ വയററിയാത്തത്. അതായത് ഈ വീഡിയോസിലൊന്നും വല്ലാതെ വയററിയാത്തത് കേട്ടോ. നമ്മളിങ്ങനെ ഡ്രസ്സ് ടൈറ്റാക്കി പിടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വയറുള്ള പോലെ തോന്നും. എന്തായാലും പഠിച്ചോൻ ഒരു കുഴപ്പവും ഇല്ലാതിരുത്തട്ടെ, അതാണ് ഇപ്പോഴത്തെ ദുആ എൻ്റെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ എപ്പോഴും എനിക്ക് വയറ് നല്ല കൂടുതലായിട്ട് എനിക്ക് തോന്നും കേട്ടോ. രാവിലെ ഉച്ചക്കൊന്നും അങ്ങനെ തോന്നാറില്ല, എന്താ സംഭവം എന്നറിയില്ല. ഉടനെ ഞാൻ എൻ്റെ അയൺ ഗുളിക കഴിക്കാറുണ്ട് കേട്ടോ. കാൽഷ്യം രാവിലെയും അയൺ രാത്രിയാണ് കഴിക്കാറ്. ഫുഡ് കഴിച്ച ഉടനെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ഗുളിക പാത്രമാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ ഉമ്മ വന്നിട്ട് ഈ പാത്രം നീ ഇതിലിട്ട് വെച്ചോന്ന് പറഞ്ഞു. അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ എല്ലാം കൂടെ കൊണ്ടുവന്നതാണ്. കാരണം ഇനി തികയാതിരിക്കണ്ടല്ലോ, അതായത് പെട്ടെന്ന് തീർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടേ ഞാൻ മൊത്തത്തിൽ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. 2 വെച്ചാണ് കഴിക്കുന്നത് ഞാൻ. ഇതെന്താ 2 വെച്ച് കഴിക്കുന്നതെന്ന് ഏതോ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് റീസൺ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ബ്ലഡിൻ്റെ കുറവ് വരുമ്പോഴാണല്ലോ അയൺ 2 വീതം കൂടുതൽ കഴിക്കാൻ പറയുന്ന ഡോക്ടർ, അതായിരിക്കാം. അപ്പം ഞാൻ എൻ്റെ ഗുളിക കഴിക്കട്ടെ. ഈ കുപ്പി ഷിനാജ് എനിക്ക് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. വെള്ളം നല്ലപോലെ കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പം കുപ്പി കൂടെ കൊണ്ട് നടപ്പാണ് എൻ്റെ ജോലി. അപ്പം ഞാൻ പറഞ്ഞു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സിപ്പറുള്ള ബോട്ടിലില്ലേ അത് മതിയെന്ന്. അപ്പം ഷിനാജ് സമ്മതിച്ചില്ല, പ്ലാസ്റ്റിക്കിൽ കുടിക്കേണ്ട, അത്ര നല്ലതല്ല, സ്റ്റീലിൽ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് തന്നു. ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ പുറത്ത് പോയതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഫുഡ് കഴിച്ച് വയറ് ഫുള്ളാട്ടോ. വയറ് ഫുള്ളായി പിന്നെ കുറച്ച് നേരം ശ്വാസം മുട്ടായിരിക്കും. വയറ് നിറച്ച് കഴിക്കണമെന്ന് ഓർത്താലും കഴിച്ചു പോകും, ഉമ്മാൻ്റെ കറിയുടെ ടേസ്റ്റ് ആലോചിച്ചിട്ട്. പിന്നെ എപ്പോഴൊന്നും ഇല്ലല്ലോ, ഇടയ്ക്കൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പോകുമല്ലേ, അതൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങ് കഴിച്ചു പോണതാണ്. അപ്പം എന്തായാലും ശ്വാസം മുട്ടൊന്നും കിടക്കത്തില്ല, കുറേ കഴിയും. ഒരു 11:30 കിടക്കും. പക്ഷെ ഉറങ്ങുമ്പം രാത്രി ഒരു 3 മണിയൊക്കെ ആവും. ഇനി ഷിനാജെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങും. അപ്പോൾ ഓക്കെ, ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം.